രാവിലെയും വൈകിട്ടും ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പൊതുവെ. ആ ചായ ഇന്ത്യയിലേക്ക് എത്തിയതിന് പിന്നിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. അപ്പോൾ ചായ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒഴിവാക്കാനാവാത്ത വളരെ ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ചായ എന്ന് പറയുന്നത്. ചായക്ക് ഇംഗ്ലീഷിൽ ടീ എന്ന് നമ്മൾ പറയും, ഹിന്ദിയിൽ ചായ്, തമിഴ്നാട്ടിൽ ചായ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ടീ അല്ലെങ്കിൽ ഇതിന് മലയാളം തമിഴ് വകഭേദങ്ങളിൽ ചായ്, ചായ അങ്ങനെയൊക്കെ വരാനുള്ള കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പരിപാടി ചായയെ കുറിച്ചിട്ടുള്ള രസകരമായ കഥകൾ അറിയലാണ്. വെൽക്കം ടു നിഹാൽ ദി സ്റ്റോറി ടെല്ലർ. നമ്മുടെ അയൽരാജ്യമായ ചൈനയിലാണ് ആദ്യമായി ചായ കണ്ടുപിടിക്കപ്പെട്ടത്. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ചൈനയിൽ ചായ കണ്ടുപിടിച്ചത്. BC 2732 അന്ന് ചൈന ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്ന ഷെൻലാങ് വളരെ അവിചാരിതമായിട്ട് അല്ലെങ്കിൽ ആക്സിഡന്റലിയാണ് ചായ കണ്ടുപിടിച്ചത്. ഒരിക്കലും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് സമീപത്തുള്ള ഒരു മീഡോ അല്ലെങ്കിൽ ഒരു പുൽമേടിൽ, ചെടികളും മരങ്ങളൊക്കെ ഒരു പുൽമേടിൽ ഇരുന്ന് വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ള മരത്തിൽ നിന്ന്, ചെടിയിൽ നിന്ന് ചില ഇലകൾ ആ ചൂടുവെള്ളത്തിലേക്ക് വീഴുകയും ആ വീണതിന് ശേഷം ആ ചൂടുവെള്ളത്തിന് ഒരു പ്രത്യേക രുചി കൈവരികയും ചെയ്തു. ആ വീണ ഇല മറ്റൊന്നും ആയിരുന്നില്ല, ചായയുടെ ഇലയായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ചായ കണ്ടുപിടിക്കപ്പെട്ടത്. അങ്ങനെ ചൈന കണ്ടുപിടിക്കപ്പെട്ട ഈ ചായക്ക് അല്ലെങ്കിൽ ഈ ഒരു പാനീയത്തിന് ചായ എന്നൊരു പേരാണ് ചൈനക്കാർ കൊടുത്തിരുന്നത്. അങ്ങനെ ചൈനയിൽ നിന്ന് കരമാർഗവും കടൽ മാർഗവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഒരു ചായ എന്ന ഈ ഒരു പുതിയ പാനീയം എത്തുകയായിരുന്നു. ചൈനക്കാർ കൊടുത്ത പേര് ചായ എന്നായിരുന്നു. അങ്ങനെ ചൈനയിൽ നിന്ന് ഇന്ത്യ, അറേബ്യ, അതേപോലെ തന്നെ തുർക്കി, റഷ്യ, അങ്ങനെ പല രാജ്യങ്ങളിലേക്കും കരമാർഗം ഈ ഒരു പാനീയം കടന്നെത്തി. ചൈനക്കാരായിട്ടുള്ള ആളുകളെന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കച്ചവടക്കാരായിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പൊ ഇവരിലൂടെയാണ് ഇന്ത്യയിലേക്കും അതേപോലെ റഷ്യയിലേക്കും അറബ് രാജ്യങ്ങളിലേക്കും തുർക്കിയിലേക്കും ഒക്കെ ഈ ഒരു പാനീയം എത്തിയത്. അപ്പൊ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ഒരു ചായ എന്ന് പറഞ്ഞ പാനീയം, ചൈനക്കാർ ചായ എന്ന് വിളിച്ച ഈ ഒരു പാനീയം പേർഷ്യയിലാണ് എത്തിയത്. പേർഷ്യക്കാർ എന്ത് ചെയ്തു, ഈ ഒരു പാനീയത്തിന് ചായി എന്ന് പേരാണ് വിളിച്ചത്. അപ്പൊ പേർഷ്യയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഈ ഒരു പാനീയം എത്തിയത്. അപ്പം പേർഷ്യൻ ലാംഗ്വേജിൽ ചായ ആണെങ്കിൽ ഇന്ത്യയിൽ മെജോറിറ്റി ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷ ഹിന്ദി ആയിരുന്നു. അപ്പം ഹിന്ദിക്ക് പേർഷ്യൻ സ്വാധീനം ഉണ്ടായതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ ഇതിന് ചായ് എന്ന പേരും വിളിച്ചു. പിന്നെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അത് ചായയായി മാറുകയായിരുന്നു. അങ്ങനെ കരഭാഗത്തുകൂടി ഈ പാനീയം എത്തിയ സ്ഥലങ്ങളിലൊക്കെ ചായ്, ചായ, ചൈ എന്നുള്ള ചായ എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പല പേരുകളിലുമാണ് ഈ ഒരു പാനീയം, അതായത് നമ്മുടെ ചായ അറിയപ്പെട്ടത്. എന്നാൽ പോർച്ചുഗീസുകാരും അതേപോലെ ഡച്ചുകാരും അതുപോലെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചൈനയിൽ നിന്ന് കടൽ മാർഗം ഈ ഒരു പാനീയം യൂറോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, നമ്മുടെ ചായ സാധനം. അപ്പോൾ അവർ ആദ്യമായിട്ട് ചൈനയിൽ നിന്ന് കടൽ മാർഗം ഈ ഒരു പാനീയം കൊണ്ടുപോയത് ഡച്ചുകാരാണ്. അവരിതിന് ടേ എന്നൊരു പേരാണ് വിളിച്ചത്. ആ ടേ ആണ് പിന്നീട് ടീ, ടെയ്, ടോ, ടൈ, ട എന്നുള്ള പല അർത്ഥത്തിലും വരുന്ന, ബ്രിട്ടീഷുകാർ ടീ എന്ന് വിളിച്ചു, ഫ്രഞ്ചുകാർ ടെയ് എന്ന് വിളിച്ചു. അങ്ങനെ പല ടീയിൽ നിന്നാണ് എന്ത് ചെയ്തത്, യൂറോപ്പിലേക്കുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഈ ഒരു പാനീയത്തിന് പേര് വന്നത്. അപ്പം കടൽ മാർഗം ഈ ഒരു പാനീയത്തിന് ടീയുമായിട്ട് ബന്ധപ്പെട്ട പേരുകളും കരമാർഗം ചായയുമായിട്ട് ബന്ധപ്പെട്ട പേരുകളുമാണ് ഈ ഒരു ചായക്ക് നമുക്ക് ലഭിച്ചത്. അപ്പം ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ കണ്ടെത്തിയ ഈ ഒരു വളരെ അവിചാരിതമായിട്ട് ചൈനയിലെ ഭരണാധികാരി കണ്ടെത്തിയ ഈ ഒരു പാനീയം കരമാർഗം പോയ സ്ഥലങ്ങളിലൊക്കെ ചായ, ചെയ് എന്നുള്ള പേരുകൾ വന്നപ്പോൾ കടൽ മാർഗം പോയ സ്ഥലങ്ങളിലൊക്കെ ടീ, ടെയ് എന്നുള്ള പേരുകളിലൊക്കെ എന്ത് ചെയ്യാണ്, എത്തുകയാണ്. അപ്പം വളരെ രസകരമായ രീതിയിലാണ് ചായ കണ്ടുപിടിക്കപ്പെട്ട് നമ്മൾ അറിയില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ നിഹാൽ ദി സ്റ്റോറി ടെല്ലർ എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ചായയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യം നിങ്ങൾക്ക് സെറ്റായല്ലോ. അപ്പൊ ഇതേപോലുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക്, അതായത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് കമന്റ് ബോക്സിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു തരാം. നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ തടക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ ആക്കി മാറ്റാം. ഈ ചായയും അതേപോലെ കോഫിയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചായയും കോഫിയും ഒക്കെ വളരെ അവിചാരിതമായിട്ടാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ പേരുകൾ തന്നെ കണ്ട് വെറൈറ്റി ആണ്. അതായത് കരമാർഗം പോയ സ്ഥലങ്ങളിലേക്കൊക്കെ ചായ്, ചായ എന്ന് വന്നപ്പോ കടൽ മാർഗം യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ ടീ, ടെയ് എന്നുള്ള പേരുകൾ വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.